ഇപ്പോൾ പറഞ്ഞ പരിപാടി പെർഫ്യൂംസിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ബ്രാൻഡാണ് മെയ്സൺ അൽഹാംബ്ര. ലത്താഫയുടെ ഒരു സബ്സിഡിയറി ബ്രാൻഡാണ് ഇവർ. ഇവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ടോം ഫോർഡ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ബ്രാൻഡാണ്. ഇവരുടെ ബ്ലാക്ക് ഓർക്കിഡ് അല്ലെങ്കിൽ ഓംബ്ര ലെതറൊക്കെ നമുക്ക് എല്ലാവർക്കും ഏകദേശം കേട്ട് പരിചയമുള്ളൊരു പേരായിരിക്കും. അവർക്ക് പ്രൈവറ്റ് ബ്ലെൻഡ് എന്നൊരു സീരീസ് ഉണ്ട്. അതിൽ വരുന്നതാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ടൊബാക്കോ വനി, അതുപോലെ ഊദ് വുഡ്, പിന്നെ ഫാബുലസ് എന്ന പെർഫ്യൂം ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ പ്രൈവറ്റ് ബ്ലെൻഡിലെ പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ 50 ml വരെ $300, അതിന് മേലേക്കൊക്കെയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ വളരെ പ്രൈസി ആയിട്ടുള്ളൊരു സീരീസാണ്. ആ ഒരു സീരീസിനെ അവരുടെ പാക്കേജിങ്, ബോട്ടിൽ കാര്യങ്ങൾ, അത് പിന്നെ പേരടക്കം, പേരിൽ വരെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അതുപോലെ കോപ്പി അടിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഒരു സീരീസിൽ മെയ്സൺ അൽഹാംബ്ര ചെയ്തിരിക്കുന്നത്. പല പെർഫ്യൂംസും 85% സിമിലർ ആണെന്നാണ് റിവ്യൂസ് എല്ലാം ഉള്ളത്. ഓർ എബോ 90% മേലേക്ക് സിമിലർ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോം ഫോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ കോടതി കയറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഈ ലൈൻ ലത്താഫ മെയ്സൺ അൽഹാംബ്ര പിൻവലിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്നറിയില്ല. എന്നിരുന്നാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രൈറ്റ് പീച്ച് എന്ന ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ചാണ്. ഇത് ഈ ഒരു ടോം ഫോർഡിൻ്റെ പ്രൈവറ്റ് ബ്ലെൻഡിലെ ബിറ്റർ പീച്ച് എന്ന പെർഫ്യൂമിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ബോട്ടിൽ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഇത് ഏകദേശം കണ്ടിരുന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് സംസാരിക്കാം. ടൊബാക്കോ ടച്ച്, ടൊബാക്കോ വാനിയുടെ ഒരു ക്ലോണാണെന്നാണ് പറയുന്നത്. അത് പിന്നെ നമുക്ക് ഒറിജിനലായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു റിവ്യൂ ഇടാം. ഇത് ഒറിജിനൽ കിട്ടാൻ കുറച്ച് പാടാന്ന് തോന്നുന്നു. പാടാല്ല, നല്ല പൈസയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇന്ന് ഈ ഒരു പെർഫ്യൂമിനെ ഒറ്റയ്ക്ക് റിവ്യൂ ചെയ്യാം. സോ ലെറ്റ് us get to the review. Welcome to Sufi Fragrance. ഹായ്, ഞാൻ സുഫിയാൻ. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിലോട്ട് വരുമ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. പുള്ളി വാങ്ങിച്ച് ഉപയോഗിച്ച് അധികം ഇഷ്ടപ്പെടാത്ത കാരണം എനിക്ക് വിറ്റതായിരുന്നു. അപ്പോൾ ഈ ഒരു പെർഫ്യൂം വരുന്നതിന് മുന്നേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നൊരു ഇമേജ് പറഞ്ഞാൽ അതൊരു ഫ്രഷ് ഫ്രൂട്ടി സെൻ്റ് ആയിരിക്കും. അതിലേക്ക് കുറച്ച് ഹണി നോട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സെൻ്റൊക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ഇതിലുള്ള ടോപ്പ് നോട്ട്സ് ആയിട്ട് പീച്ച്, പിന്നെ ഗ്രീൻ ലീവ്സ്, ബ്ലഡ് ഓറഞ്ച്, മിഡിൽ നോട്ട്സിൽ പച്ചോളി, ബേസിൽ ഹണി, കോന്യാക്ക് എന്നൊരു ബൂസി അക്കോടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പെർഫ്യൂം വന്ന് ഞാൻ ഫസ്റ്റ് സ്പ്രേ ചെയ്തു, മണപ്പിച്ച് ഉടനെ എനിക്ക് ഓർമ്മ വന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ആൽപ്പലീവിൻ്റെ ഒരു ജസ്റ്റ് ജെല്ലി എന്ന ഒരു ക്യാൻഡി ഉണ്ടായിരുന്നു, ഒരു ജെല്ലി. അത് സ്ട്രോബെറി ഫ്ലേവറാണ്, ഒരു ജ്യൂസി ഫ്രൂട്ടി, പക്ഷേ ഇത്തിരി ഒരു പുളിപ്പുള്ള തരത്തിലുള്ളൊരു സെൻറ്റ്. ആ ഒരു ടൈപ്പ് സ്മെല്ലാണ് ആ ഒരു ക്യാൻഡിക്കുള്ളത്. അതിൻ്റെ ആ ഒരു സെൻറ്റ് തന്നെയാണ് എൻ്റെ തലയിൽ വരുന്നത്. എൻ്റെ മൈൻഡിൽ ആ ഒരു ടൈപ്പ് സെൻറ്റ് തന്നെയാണ്. ഇതിന് അതേ സ്മെല്ലാന്നുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ എന്തായാലും കടയിൽ പോകുന്ന വഴിക്ക് ഒരു ക്യാൻഡി മേടിച്ച് അത് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഡിഫറെൻ്റ് ആണ്. പക്ഷേ രണ്ടിലും ഒരേ സ്വഭാവം കാണിക്കുന്ന തരത്തിലുള്ള സ്മെല്ലാണുള്ളത്. ഒരു ജ്യൂസി ഫ്രൂട്ടി, കുറച്ചൊരു പുളിപ്പൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള സ്മെല്ലുകളുണ്ട്. നമ്മളൊരു അധികം നല്ല വൃത്തിക്ക് പഴുക്കാത്തൊരു പ്ലമ്മൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പുളി അനുഭവപ്പെടാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു അതിൻ്റെ അകക്കാമ്പൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള, അതൊന്നും ഇങ്ങനെ നീര് പുറത്തേക്ക് വരുന്നുണ്ടാവും, പക്ഷെ അതിനൊരു പുളിപ്പൊക്കെ ഉണ്ടാവും. ആ ഒരു തരത്തിലുള്ള സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നോട്ട്സിൽ ഈ ഒരു പീച്ചിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഒരു സ്മെല്ല് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പക്ഷേ അവിടെ കുറച്ചൊരു പുളിയുണ്ട്. ആ ഒരു സെൻറ്റ് മാത്രം ആലോചിച്ചാൽ മതി. കാരണം ഇതിൽ ത്രൂ ഔട്ട് ആ ഒരു ടൈപ്പ് സ്മെല്ല് മാത്രമാണ് നിൽക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല. കുറച്ചൊരു പച്ചവെളിയുടെ സ്മെല്ലൊക്കെ ഉണ്ട്, ശരിയാണ്. ലേശം സിട്രസിൻ്റെ സ്മെല്ല് നമുക്ക് ഈ ഒരു ടോപ്പ് നോട്ട്സിലേക്ക് കൂട്ടാം. കുറച്ചൊരു ബൂസി എലമെൻസും ഉണ്ട്. അതിലധികമായിട്ട് വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രമേ ഈ ഒരു പെർഫ്യൂമുള്ളൂ. ഒരു ലീനിയർ സെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ ഒരു പീച്ചിൻ്റെ സെൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ, ഒരു ലിച്ചിയുടെ ഫ്രൂട്ട് ഡ്രിങ്ക് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, 10 രൂപയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കുടിക്കുമ്പോൾ നൈസായിട്ട് ഇതിൻ്റെ സ്മെല്ലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടും സെയിം സ്മെല്ലാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ലിച്ചിയും പീച്ചും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെല്ലുകളാണ്. പക്ഷേ ഒരു ജ്യൂസി ഫ്രൂട്ടി, കുറച്ചൊരു സവർ, ഇതിൽ അത്ര സവറൊന്നും ഫീൽ ചെയ്യുന്നില്ല. മെയിൻലി ആ ഒരു ജ്യൂസി ഫ്രൂട്ടി സ്മെല്ലാണ് ഈ പെർഫ്യൂമിലുള്ളത്, ഈ ഒരു ഡ്രിങ്കിലുള്ളത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റ് പ്രൊഫൈൽ ഒന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യും. അത്ര ഞാൻ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ജെല്ലി, ക്യാൻഡി
പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ടൈപ്പ് സ്മെല്ല് ആലോചിച്ചാൽ മതി. വളരെ യൂണിസെക്സ് ആയിട്ടുള്ളൊരു സെൻ്റാണ്. ബോത്ത് മെൻ ആൻഡ് വിമൻ രണ്ടുപേർക്കും യൂസ് ചെയ്യാം സേഫായിട്ട്. പക്ഷേ വളരെ മെച്ചറായിട്ടുള്ള ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു പെർഫ്യൂം ആയിരിക്കില്ല അത്. കാരണം ഇത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള പെർഫ്യൂമാണ്. സിംപ്ലിസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഒരു ജ്യൂസി ഫ്രൂട്ടി സെൻ്റൊന്നും അത്യാവശ്യം പ്രായമായിട്ടുള്ള 40 വയസ്സുള്ള ആളൊന്നും അടിച്ചിട്ട് പോകുന്നില്ല. അവർ കുറച്ചുകൂടെ ക്ലാസി ആയിട്ടുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ലൈനപ്പിൽ തന്നെയുള്ള ടൊബാക്കോ ടച്ച് എന്ന പെർഫ്യൂമൊക്കെ നല്ല ഡെപ്തുള്ള മെച്ചറായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പെർഫ്യൂമാണ്, അത്യാവശ്യം തണുപ്പുള്ള സമയങ്ങളിൽ. പക്ഷേ ഈ ഒരു പെർഫ്യൂം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 20 to 30 ഏജിൻ്റെ ഇടയിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂം ആയിരിക്കും. ഏത് വെതറിലും നിങ്ങൾക്ക് എവിടേക്കും യൂസ് ചെയ്യാം. നല്ല ചൂടുള്ള സമയത്തൊക്കെയും ഞാൻ വണ്ടിയിലൊക്കെ പോയി ബൈക്കിലൊക്കെ യാത്രയൊക്കെ ചെയ്ത് വന്നപ്പോൾ സ്കിന്നിൽ 6 മണിക്കൂറിന് മേലെ ഈ ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലോത്ത്സിൽ 8 മണിക്കൂറിന് മേലെ കൂളായിട്ട് ഈ ഒരു സെൻ്റ് ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇത് നല്ലൊരു പെർഫ്യൂമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് 80 ml എങ്ങാണ്ടാണ് ഈ ഒരു ബോട്ടിലെല്ലാം വരുന്നത്. 80 ml ഏകദേശം 1200 1300 ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലത്താഫയുടെ ഉള്ള പെർഫ്യൂംസിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്ന ഒരു പെർഫ്യൂമാണിത്. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു 2 to 2.5 hours വരെയുള്ള പ്രൊജക്ഷൻ ഉണ്ട്. ഭയങ്കര സ്ട്രോങ് അല്ല, എന്നിരുന്നാലും കുഴപ്പമില്ലാതെ നിങ്ങളെ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആദ്യത്തെ ഒരു 1 to 1.5 hours നമുക്ക് ഈ ഒരു പെർഫ്യൂം തരും. പിന്നെ ഒന്നുകൂടെ ക്ലോസ് ആണ്, എന്നിരുന്നാലും നിങ്ങൾക്ക് തീരെ സെൻറ്റ് കിട്ടാത്ത തരത്തിലൊന്നും ആയിപ്പോകുന്നില്ല. അപ്പോഴും ആ ഒരു ഫ്രൂട്ടി സ്മെല്ല് നമ്മൾ നന്നായി വേർക്കുകയോ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ സമ്മറിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പെർഫ്യൂമാണ്. അങ്ങനെ ക്ലോയിങ്, അതായത് നമുക്ക് തലയ്ക്ക് പിടിക്കാറുണ്ട്. ചില സ്വീറ്റ് പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് പിടിക്കും. സാറയുടെ റിച്ച് വാം അഡിക്റ്റീവ് എന്ന പെർഫ്യൂമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്ത് വേർക്കുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര ഒരു രസം തോന്നില്ല. പക്ഷേ ഇത് അത്യാവശ്യം വേർക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് റേഡിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു രസമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തലയ്ക്ക് പിടിക്കുന്ന തരത്തിലുള്ളൊരു സ്വീറ്റ്നെസ് ഒന്നും ഈ പെർഫ്യൂമിലില്ല. അപ്പോൾ സമ്മറിലും സേഫായിട്ട് വെയർ ചെയ്യാമെന്നാണ് എനിക്ക് ഇതുവരെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരിക്കലും നിങ്ങൾക്ക് ചാടിക്കയറിപ്പോയി കണ്ണും കൂട്ടി വാങ്ങിക്കാൻ പറ്റുന്നൊരു പെർഫ്യൂം ആയിരിക്കില്ല. പെർഫോമൻസ് ഉണ്ട്, ശരിയാണ്. അതുപോലെ തന്നെ ബജറ്റ് ഒരു 1200 1300 റേഞ്ചിലൊക്കെ പ്രൈസും വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെയുണ്ട്. ഒരു 80 ml നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ചാടി കയറി പോയിട്ട് കണ്ണും കൂട്ടി വാങ്ങിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഇത് ഓപ്പണിങ്ങിൽ കുറച്ചൊരു സിന്തറ്റിക് ഫീലിംഗ് ഒക്കെ ഉള്ള സ്മെല്ലാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ടെങ്കിലും ആ ഒരു ഓപ്പണിംഗ് ഒക്കെ ചിലപ്പോൾ പലർക്കും പിടിച്ചില്ല എന്ന് വരും. അപ്പോൾ എവിടെന്നേലും ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്തതിന് ശേഷം മാത്രം മേടിക്കാം. എൻ്റെ സുഹൃത്ത് അങ്ങനെ ട്രൈ ചെയ്യാണ്ട് വാങ്ങിയതുകൊണ്ടാണ് ഈ ഒരു പെർഫ്യൂം എൻ്റെ കയ്യിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങളും ആ ഒരു കാര്യം ചെയ്യരുത്. ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ പുറത്തൊക്കെയുള്ള ആളാണ് എങ്കിൽ, അതായത് UAE സൗദി അവിടെ നിന്ന് കാണുന്നതാണെങ്കിൽ പല സ്റ്റോറുകളിലും ഇത് അവൈലബിൾ ആയിരിക്കും. ലത്താഫയുടെ സ്റ്റോർ ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും. അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം മേടിക്കാം. ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ലൈനിൽ ഏതെങ്കിലും പെർഫ്യൂംസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസസ് എന്തായാലും കമൻസിൽ ഷെയർ ചെയ്യാം. നമുക്ക് ടൊബാക്കോ ടച്ച് എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ വയലുമായിട്ട്, അതായത് കംഫർട്ടിൻ്റെ ടൊബാക്കോ വനിയുടെ ക്ലോണാണ് ഈ ഒരു പെർഫ്യൂം എന്നാണ് പറയുന്നത്. അപ്പോൾ ടൊബാക്കോ വനിയുടെ ഡീക്കൻഡോ അല്ലെങ്കിൽ വയലോ ഒപ്പിച്ചിട്ട് അതുമായിട്ട് റിവ്യൂ ചെയ്യാൻ തരും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.